ഇതിലിപ്പോ CPI-യുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ കാണുന്ന കാര്യം. എന്നാൽ നോക്കൂ, ഇത് കത്തയക്കാൻ പോവുകയാണ്. ആ കത്തിന്റെ ആവശ്യം മാനദണ്ഡങ്ങളിൽ ഇളവ് വേണം എന്നാണ്. ഇളവ് വേണമെന്ന് അഭ്യർത്ഥിക്കാനേ പറ്റൂ. കേന്ദ്ര സർക്കാർ സാധാരണ നിലയ്ക്ക് ഇളവ് അനുവദിക്കാൻ ഒരു സാധ്യതയുമില്ല. കരാറിൽ നിന്ന് പിൻവാങ്ങാനാണ് CPI ആവശ്യപ്പെടുന്ന കാര്യം. അത് നമുക്ക് ഏകപക്ഷീയമായി പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ CPI മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും നടക്കുന്ന മട്ടില്ല. പേരിനൊരു കത്തയക്കാം. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഇതിനകത്തൊരു കോംപ്രമൈസ്, ഈ കത്തിന്റെ പേരിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വഴങ്ങുന്നത് CPI ആണോ അതോ CPM ആണോ? നിഷാദ്, ഇനി ഇതിലാകെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഒന്ന് മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ട് കത്ത് നൽകുക, മറ്റൊന്ന് ഈ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ കേരള സർക്കാർ ഏകപക്ഷീയമായി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ്, ഞങ്ങൾ ഇനി ഇതിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നടപ്പുള്ള കാര്യമല്ല. സ്വാഭാവികമായും CPIക്ക് അതിന് ആ തീരുമാനം CPIക്ക് അംഗീകരിക്കേണ്ടി വരും. CPIയെ സംബന്ധിച്ച് CPI മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം കരാറിൽ നിന്ന് പിൻവാങ്ങുക എന്നതായിരുന്നു. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിൻവാങ്ങാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് ആവശ്യപ്പെട്ടോ കത്ത് നൽകുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ധാരണയിലേക്കാണ് ഇപ്പോൾ CPM-ന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം MA ബേബി CPI-യുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. MA ബേബി അല്പസമയം മുമ്പ് ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ MV ഗോവിന്ദൻ, K രാജൻ അടക്കമുള്ള ആളുകളോട്, ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളോട് ഫോണിൽ സംസാരിച്ച് ഇതാണ് തീരുമാനം, ഇതാണ് CPM എടുത്തിരിക്കുന്ന നിലപാട്, ഇത് അംഗീകരിക്കണം, അതിന് വഴങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരമാണ് ലഭ്യമാവുന്നത്. CPI-യുടെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കാൻ പോവുകയാണ്. 11 മണിക്ക് CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കും. നോക്കൂ, അല്പസമയം മുമ്പ് പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടിട്ടാണ് കയറിപ്പോകുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക്. പക്ഷെ പഴയ ഒരു കടുംപിടുത്തം പ്രകാശ് ബാബുവിൻ്റെ മുഖത്തോ ശരീരഭാഷകളിലോ കാണാനില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ ബിനോയിയായിട്ട് സംസാരിക്കട്ടെ, സെക്രട്ടറിയായിട്ട് സംസാരിക്കട്ടെ, അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പറയാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതല്ലാതെ CPM എടുത്ത ഈ തീരുമാനത്തെ നോ എന്ന് പറഞ്ഞ് പ്രകാശ് ബാബു കടന്നു പോകുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. CPI ആവശ്യപ്പെട്ടതുപോലെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല, മറിച്ച് ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കാം എന്നൊരു ധാരണയിലേക്ക് CPM എത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇളവുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഇക്കാര്യം CPI ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. CPI അതിന് വഴങ്ങിയേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് CPM നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. CPI 11 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ CPM മുന്നോട്ട് വെച്ച ഫോർമുലകൾ, നിർദ്ദേശങ്ങൾ CPI അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് CPI പോവുകയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടി CPI-യുടെ മന്ത്രിമാർ പങ്കെടുക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ CPM മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും 11 മണിക്ക് നടക്കുന്ന CPI-യുടെ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗമാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും CPI ഇനി എന്ത് തീരുമാനമെടുക്കുക. ഇപ്പോൾ ഈ കത്തയക്കുന്ന തീരുമാനത്തോട് വഴങ്ങുന്നു എന്ന് വെച്ചാൽ, അതിലൊരു കോംപ്രമൈസ് എടുക്കുന്നു എന്ന് വെച്ചാൽ, അവിടെ വെച്ച് പ്രതിഷേധം അവസാനിപ്പിക്കുന്നു എന്ന് വെച്ചാൽ CPI വഴങ്ങിയെന്നല്ലേ അതിനർത്ഥം? സ്വാഭാവികമായി ഇതിനപ്പുറത്തേക്ക് ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയില്ലല്ലോ നിഷാദ്. അതായത് ഈ CPI ഉന്നയിക്കുന്ന ആവശ്യം എന്താ? ഈ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ്. അങ്ങനെ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. ഞാൻ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ്, ഞാൻ പിൻവാങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞു പോകാൻ കഴിയുന്ന തരത്തിലല്ലോ ഈ MOU ഒപ്പിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതിനകത്ത് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുക എന്നത് മാത്രമാണ്. ആ ഒരു നീക്കം, അത്തരമൊരു നടപടികളിലേക്ക് കടക്കാമെന്നൊരു ഉറപ്പ് CPM നൽകുകയാണ്. സ്വാഭാവികമായും CPI-യുടെ സമ്മർദ്ദത്തിന് CPM വഴങ്ങി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. അത് മാത്രമല്ല, CPI ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് CPI കൂടി എത്തുകയാണ്. അതായത് ഒരു ധാരണയുടെ
ഭാഗമായി ഇരു പാർട്ടികളും ഒന്നിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഈ വലിയ പടലപ്പിടക്കം അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോവാതെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള ശ്രമം ഇരു പാർട്ടികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് CPM പരമാവധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ആവശ്യവുമായിട്ട് മാച്ച് ചെയ്യുന്നൊന്നും അല്ല CPM ഇപ്പോൾ എടുക്കുന്ന ഈ പൊസിഷൻ. കാരണം ഇളവ് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്, അല്ലാതെ കരാറിൽ ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ് എന്ന് ആവശ്യപ്പെടുകയല്ല. ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു ലീഗൽ സ്റ്റെപ്പിലേക്കൊന്നും സർക്കാർ പോവല്ല. ഇളവ് വേണം എന്ന് ആവശ്യപ്പെടുന്നു. അതൊരു സാധാരണ നിലക്കുള്ള ഒരു കത്ത് മാത്രമാണ്. ആ കത്ത് ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടാൻ ഇടയില്ല. അപ്പോൾ ഇത് മുന്നിൽ വെച്ചിട്ട് CPIയും പരിഹാരത്തിലേക്ക് വരുന്നു വെച്ചാൽ CPIയും ഒരു ഊരാക്കുടുക്കിലാണ്. അവർക്കും ഇത് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം എന്ന ഒരു അത്യാവശ്യത്തിലേക്ക് അവരും എത്തിയിട്ടുണ്ടോ? കാരണം നോക്കൂ, അവരുടെ കാർഷിക സർവകലാശാലയിൽ PM ശ്രീ NEP ഇതുപോലെ നടപ്പിലാക്കിയതിന് വിശദാംശം മുഴുവൻ നമ്മുടെ രാവിലെ പുറത്തുവിട്ടിട്ടേ ഉള്ളൂ. അവിടെ ഏതാണ്ട് ദീക്ഷാരംഭമൊക്കെ നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞപടി. അപ്പോൾ ഇതുമായിട്ട് അധിക ദൂരം മുന്നോട്ട് പോകുന്നതിന് CPIക്കും പരിമിതിയുണ്ട്. കാരണം ഒരു ഇലക്ഷൻ ഇയർ ആണ്, ക്യാബിനറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അവർ രണ്ടുപേരും സത്യത്തിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് പോയിന്റ് ആഗ്രഹിക്കുന്നു ഇത് അവസാനിപ്പിക്കാൻ എന്നില്ലേ സിനിലെ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷാദ് അത്തരത്തിൽ തന്നെയാണ്. അതായത് CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തോതിൽ ഒരു നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് പോയി മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി വലിയൊരു പടപ്പുറപ്പാടിന് പോകേണ്ട സാഹചര്യമല്ല നിലവിലുള്ളത്. സ്വാഭാവികമായും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ, ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിൽ മുന്നണിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം വേണ്ട എന്ന് CPIയുടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അത്തരമൊരു ധാരണയുണ്ട്, ആലോചനയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും പൊതുവിടത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് CPIയെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്, അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ പ്രതിഷേധം അത്തരത്തിൽ അവതരിപ്പിക്കാനും ആ പ്രതിഷേധം അത്തരത്തിൽ ഘടകകക്ഷികളെയും ഒപ്പം CPMനെയും അറിയിക്കാനും പൊതുസമൂഹത്തെ അറിയിക്കാനും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് CPI പോകുന്നത്. അതിനപ്പുറത്തേക്ക് CPIക്കും അറിയാം ഇത് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ള ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല. അത് CPIക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ആ കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ മുഖ്യമന്ത്രിയും MA ബേബി അടക്കമുള്ള ആളുകളും പറഞ്ഞത്.